والبلد الطيب يخرج نباته بإذن ربه والذي خبث لا يخرج إلا نكدا. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, നല്ല ഭൂമിയിലാണ് നല്ല സസ്യം മുളയ്ക്കുക എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നല്ല ഉമ്മമാരിലാണ് നല്ല മക്കൾ ഉണ്ടാവുക. നല്ല ഉമ്മമാരിൽ നല്ല മക്കൾ ഉണ്ടാവും. നല്ല അച്ചടക്ക ബോധമുള്ള, മതബോധമുള്ള, ഹയാ ഉള്ള, നാണമുള്ള ഉമ്മമാരെ, അങ്ങനെയുള്ള ഉമ്മമാർക്ക് അതുപോലെ നാണമുള്ള, ഹയാ ഉള്ള മക്കൾ ഉണ്ടാവൂ. ഹയാ ഒക്കെ ഇന്ന് നമ്മുടെ മക്കളിൽ നിന്ന്, പെൺമക്കളിൽ നിന്ന് എടുക്കപ്പെട്ടു പോയിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. അവസാന നാളിൻ്റെ അടയാളങ്ങളായി മുത്തുനബി തങ്ങൾ പറഞ്ഞ ഏകദേശം കാര്യങ്ങളും ഇന്ന് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുകയാണ്. ഇന്ന് കൺമുമ്പിൽ നമ്മൾ കാണുകയാണ്. ആ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ, ഹയാ ഉയർത്തപ്പെടുന്നതാണ്. നാണം എന്ന് പറയുന്നൊരു സംഗതി അല്ലെ, ഒരു മുസ്ലിമത്തായ പെണ്ണിന്റെ ഐഡന്റിറ്റിയാണത്. നാണമില്ലാത്ത, ലജ്ജയില്ലാത്ത പെണ്ണ് എന്തിനു കൊള്ളും? ലജ്ജയാണ് ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത്. ലജ്ജയാണ്, നാണം അല്ലെ. പണ്ടേ പാടിയില്ലേ, നാരികൾ നാരികൾ നാണം കുണുങ്ങികൾ, വിശ്വാധിപത്തിന്റെ നാരായ വേരുകൾ എന്ന് മലയാളത്തിന്റെ കവി പാടിയിട്ടുണ്ട്. നാരികൾ നാരികൾ നാണം കുണുങ്ങികൾ, വിശ്വാധിപത്തിന്റെ നാരായ വേരുകൾ. ലോകത്തുള്ള എല്ലാ കുഴപ്പത്തിന്റെയും വേരുകളാണ് അവര്. ആര്? നിങ്ങൾ എന്റെ കൂടെ ഇല്ലല്ലോ റബ്ബേ. കവി പറയാണ് ആര്? നാരികൾ. ഇതാണ് പണ്ട് അലിയാർ തങ്ങൾ പാടിയതും അത് തന്നെയാണ്. ഇന്നൻ നിസാ ശയാതീനുൻ ഖുലിഖ്ന ലനാ, പിശാചുക്കളാണ്. ഇന്നൻ നിസാ ശയാതീനുൻ, പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ശയാതീനുൻ ഖുലിഖ്ന ലനാ, നമ്മളെ പിഴപ്പിക്കാൻ സൃഷ്ടിക്കപ്പെട്ട പിശാചുക്കളാണ് എന്ന് പറഞ്ഞു. നഊദു ബില്ലാഹി മിൻ ശർരി ശയാതീനി. എന്നിട്ട് അലിയാർ തങ്ങൾ പറഞ്ഞു, പിശാചുക്കളുടെ ശല്യത്തിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് കാവൽ തേടുകയാണ്. കൂടെയുള്ളത് ഫാത്തിമയാണ്, പുന്നാര നബി തങ്ങളുടെ മോളാണ്. ഉടനെ മറുപടി വന്നല്ലോ, ഇന്നൻ നിസാഅ റയാഹീനുൻ ഖുലിഖ്ന ലക്കും ഫകുല്ലുകും തസ്തഹി ശമ്മർ റയാഹീനി. ഉടനെ ഫാത്തിമ ബിയുടെ പാട്ട്, ഇന്നൻ നിസാഅ, പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ റയാഹീനുൻ ഖുലിഖ്ന ലക്കും, ആണുങ്ങളെ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട റൈഹാൻ പുഷ്പങ്ങളാണ്. ആണുങ്ങളെ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട റൈഹാൻ പുഷ്പങ്ങളാണ് പെണ്ണുങ്ങൾ. ഫകുല്ലുകും തസ്തഹി ശമ്മർ റയാഹീനി, നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ ഒരു പൂവിനെ വാസനിക്കാൻ എന്ന് ഫാത്തിമ ബി ചോദിച്ചിട്ടുണ്ട്. രണ്ടാള് പറഞ്ഞതും ശരി തന്നെയാണ് അല്ലേ. അലിയാർ തങ്ങൾ പറഞ്ഞതും ശരിയാണ്, ഫാത്തിമ ബി പറഞ്ഞതും ശരിയാണ്. ഫാത്തിമ ബി പറഞ്ഞത് ആരെ കുറിച്ചാണ്? ഫാത്തിമ ബീവിനെ പോലെയുള്ള പെണ്ണുങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അലിയാർ തങ്ങൾ പറഞ്ഞതോ? അലിയാർ തങ്ങൾ പറഞ്ഞത് ഫാത്തിമ ബീനെ പോലെ അല്ലാത്ത പെണ്ണുങ്ങളെ കുറിച്ചുമാണ്. അത്രേ വ്യത്യാസമുള്ളൂ. മനസ്സിലായില്ലേ ഞാൻ പറയണത്? അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഹയാ ഇന്ന് ഉയർത്തപ്പെട്ടു എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഒരു സ്ഥലത്ത്, ഒരു ബീച്ചിലോ അല്ലെങ്കിൽ മറ്റെവിടെങ്കിലും ഒന്ന് പോയി നോക്ക്, പെൺകുട്ടികളൊക്കെ മൊബൈലിലാണ്. മൊബൈലില്ലാന്ന് മാത്രമല്ല, എനിക്കത് പറയുന്നതിന് പരിമിതി ഉള്ളത് കൊണ്ട് ഞാനത് പറയും. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഞാനിത് പറയുന്നത് സങ്കടം കൊണ്ട് പറയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളുടെ കൈകൾ, ചെറിയ ചെറിയ മക്കളുടെ കൈകളിൽ ഐഫോണും വലിയ വലിയ ഫോണുകളൊക്കെ കൊടുത്ത് എന്തിനാണ് നമ്മുടെ മക്കളെ നമ്മളിങ്ങനെ മോശക്കാരാക്കുന്നത്? എന്തിനാണ് നമ്മുടെ മക്കളെ നമ്മൾ നരകാഗ്നിയിലേക്ക് തള്ളിയിടുന്നത്? അള്ളാഹു ഈ ഉമ്മത്തിന് നല്ല ബോധം നൽകുമാറാവട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. എല്ലാവരെയും നന്നാക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ എൻ്റെ വീട്ടിൻ്റെ അകത്തളങ്ങളിൽ നന്നാവണം ഇന്ന് നമുക്ക് തീരുമാനിക്കാം. അതാരും ചോദ്യം ചെയ്യാൻ വരില്ല. എൻ്റെ വീടിൻ്റെ അകത്തളങ്ങളിൽ വളരുന്ന പ്രിയപ്പെട്ട പെൺമക്കൾ അവർ മതബോധമുള്ളവളാവണം, അവർ അല്ലാഹുവിനെ പേടിക്കുന്നവളാവണം. അങ്ങനെയേ എൻ്റെ മകൾ വളരാവൂ എന്ന് ആ ഗ്രഹനാഥന് തീരുമാനിക്കാം. ആർക്കും ചോദ്യം ചെയ്യാൻ അവകാശമില്ല. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്ന എന്താണെന്നറിയോ? സത്യത്തിൽ നല്ല ആളുകൾ പോലും മക്കളെ ആ രീതിയിൽ വളർത്തേണ്ടി വരികയാണ്. ഏത് രീതിയിൽ? മറ്റുള്ള സാധാരണ ഈ പിന്നെ നമ്മുടെ പരിസരങ്ങളിലുള്ള പെൺകുട്ടികൾ വളർന്നു വരുന്ന രീതി കാണുമ്പോൾ അവരോടൊപ്പമാണല്ലോ നമ്മുടെ മക്കൾ വളരുന്നത്.
നമ്മുടെ മക്കൾ അവരെ കാണുമ്പോൾ സ്വാഭാവികമായും ഉമ്മയോട് വന്നിട്ട് പറയും, ഉമ്മ കണ്ടില്ലേ ഓളെ ഉമ്മ ഓൾക്ക് എന്തൊക്കെയാണ് കൊടുക്കുന്നത്, ഓൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്നുണ്ട്, അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഇത് വാങ്ങിക്കൊടുക്കുന്നുണ്ട്, എന്താ ഉമ്മ നിങ്ങളിങ്ങനെ, വല്ലാത്തൊരു ബുദ്ധിമുട്ടാണല്ലോ, നിങ്ങൾ എന്തോ ഒരു ശല്യാണല്ലോ ഉമ്മ എന്ന് മക്കൾ പറയാണ്. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നിർബന്ധിതരായി പല സഹോദരിമാരും മക്കളെ നിയന്ത്രിക്കുന്നതിന് ഒരു പരിമിതി വരുന്നത് അവിടെയാണ്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല ബോധം നൽകട്ടെ എന്ന് ദുആ ചെയ്യുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് ഈ ശബ്ദത്തിൻ്റെ ചെറിയൊരു അസ്വസ്ഥതയുണ്ട്. വിഷയം വളരെ വിശാലവുമാണ്. ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. സമയത്തിൻ്റെ കുറവൊന്നുമില്ലല്ലേ? സമയം കുഴപ്പമുണ്ടോ? സമയം കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ചെറിയൊരു പ്രയാസമുള്ളത് പോലെ ഇൻഷാ അല്ലാഹ് എന്നാലും കുഴപ്പമില്ല. നമുക്ക് കുറച്ചേരം കൂടി പറയാല്ലേ? അല്ലാഹ് ഇടങ്ങാറായും തോന്നിയാ? ഇല്ലല്ലോ. അല്ലാഹു നല്ലത് പറയാനും കേൾക്കാനും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. താഹ ഖൽബി മുദ് അതൈതു വാദിയൻ ഖാഫമാ താബഅൻ വിദാദി ത്വാഹ താലിയല്ലി താലിതാ ലാ ഇലാഹ ഇല്ലല്ലാഹു. ثاب ثائب الذرى من السرى إلى الثرى ثانيا ما ثالثا بل ثاني الأمثال ثال لا إله. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്ക് നൽകിയ സമ്മാനമാണ്, സൃഷ്ടാവിന്റെ സമ്മാനമാണ് പ്രിയപ്പെട്ട സന്താനങ്ങൾ. അവരെ ആ രീതിയിൽ തന്നെ, അല്ലാഹ് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ വളർത്താൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ നമ്മൾ ഉത്തരവാദികളാവും. അല്ലെങ്കിൽ നമ്മൾ അല്ലാഹുവിനോട് മറുപടി പറയണം. ഹയാ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് ഹയാ ആണ്, ലജ്ജ. അൽ ഹയാഉ ശുബത്തുൻ മിനൽ ഈമാൻ. ലജ്ജ എന്ന് പറയുന്നത് ഈമാനിന്റെ ഒരു പാർട്ടാണ്, ഒരു ഭാഗമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ലജ്ജ ഈമാനിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾ ലജ്ജയോടെ, ഹയാഓടുകൂടെ വളരണം. ഹയാ അനിവാര്യമാണ്.